ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചിക്കൻ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും അത്ര തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അതിന് പകരം മൈദ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തരിയോട് കൂടിയുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും 3 വറ്റൽ മുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും നല്ലോണം ക്രഷ് ചെയ്തെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സമയം വെക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പാർട്ടായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടാവണം. പിന്നെ ചിക്കനൊക്കെ എണ്ണയിലേക്ക് ഇട്ടപാട് തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ചിക്കനും മസാലയൊക്കെ വേറെ വേറെ നിൽക്കും. ചിക്കൻ്റെ ഒരു ഭാഗം നല്ലപോലെ ഒന്ന് കുക്കായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാവൂ. ഇവിടെ ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഈ സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലെ മസാലയൊക്കെ വിട്ടു പോവാതെ ഒന്ന് മെല്ലെ വേണം ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. ഓരോ സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇവിടെ ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കണം. പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.